കൂടത്തായി കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ഒന്ന് ഞെട്ടും. എന്നാൽ എങ്ങും കേരളത്തിൽ മാത്രമല്ല ഈ ഒരു കൂടത്തായി കൊലപാതക മോഡൽ ഉണ്ടായിട്ടുള്ളത്. ഓസ്ട്രേലിയയിലും ഇത്തരത്തിലൊരു കൂടത്തായി കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിലെ കൂടത്തായി കേസ് എന്ന് വിശേഷിപ്പിക്കുന്ന വിഷക്കൂൺ കൊലപാതക കേസാണ് ഇപ്പോൾ, അതിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എറിൻ പാറ്റേഴ്സ് ആണ് ഈ ഒരു കേസിലെ പ്രതി. ജീവപര്യന്തം തടവും 33 വർഷത്തെ പരോൾ ഇല്ലാത്ത തടവുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. എറിൻ പാറ്റേഴ്സിന് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗം ഒരുപോലെ ശരിവെക്കുകയായിരുന്നു. 2023 കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. 2023 ജൂലൈ 16 പള്ളിയിലെ കുർബാനയ്ക്കിടയിലാണ് മുൻ ഭർത്താവ് സൈമൺ പാറ്റേഴ്സൺ, സൈമണിന്റെ പിതാവ് ഡോൺ പാറ്റേഴ്സൺ, മാതാവ് ഗെയിൽ പാറ്റേഴ്സൺ, ഗെയിലിന്റെ സഹോദരി ഹെദർ വിക്കിൻസൺ എന്നിവരെ വീട്ടിലേക്ക് എറിൻ ക്ഷണിക്കുന്നത്. ജൂലൈ 29 ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ടെന്നും വിരുന്നിൽ പങ്കെടുക്കണമെന്നും എറിൻ അവരോട് പറയുകയായിരുന്നു. താൻ ക്യാൻസർ രോഗിയാണ്, ഗർഭാശയത്തിലാണ് ക്യാൻസർ. ഇക്കാര്യം കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സൈമണിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ വേണമെന്ന് അവരെ അറിയിക്കുകയും വിരുന്നൊരുക്കുന്നതിന് പിന്നിലുള്ള കാരണവും അവൾ അവരോട് പങ്കുവെക്കുകയുമായിരുന്നു. ജൂൺ 28 പരിശോധനാ ഫലം തിരക്കി ഗെയിൽ സന്ദേശം അയച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. പരിശോധനകൾ കുഴപ്പമില്ലായിരുന്നുവെന്നും എന്നാൽ സാമ്പിൾ ബയോപ്സിക്ക് അയച്ചതായും എറിൻ അന്ന് മറുപടി നൽകി. ജൂൺ 16 പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം തന്റെ രോഗവിവരം കുട്ടികളോട് പറയുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുന്നതിന് എറിൻ ഇവരെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുന്നത്. കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വരേണ്ടെന്ന് എറിൻ പറഞ്ഞിരുന്നു. സൈമൺ ഇത് സമ്മതിക്കുകയും ചെയ്തു. ക്ഷണത്തെക്കുറിച്ച് അതിഥികൾക്ക് എല്ലാവരും ആശയക്കുഴപ്പത്തിലായിരുന്നുവെന്നും സൈമൺ അവസാന നിമിഷം പിന്മാറിയത് എറിനെ നിരാശയാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. പ്രത്യേക ഭക്ഷണത്തിനായി താൻ വളരെയധികം ശ്രമം നടത്തിയെന്നും എറിൻ സന്ദേശം അയച്ചു. എല്ലാവരും പങ്കെടുക്കേണ്ടത് പ്രധാനമാണെന്ന് എറിൻ സൈമണിനോട് പറഞ്ഞിരുന്നുവെന്ന് കോടതിയിൽ പ്രോസിക്യൂട്ടർ വിചാരണ വേളയിൽ അറിയിച്ചിരുന്നു. എന്നാൽ വിരുന്നിന്റെ തലേന്ന് സൈമൺ താൻ വരുന്നില്ലെന്ന് എറിനെ അറിയിക്കുകയായിരുന്നു. അസുഖ വിവരത്തെക്കുറിച്ച് ഫോണിലൂടെ ചർച്ച ചെയ്യാമെന്നും നേരിട്ടെത്താൻ താല്പര്യമില്ലെന്നുമാണ് സൈമൺ പറഞ്ഞത്. ഇനി ഇതുപോലൊരു വിരുന്ന് തയ്യാറാക്കാൻ തനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെന്നായിരുന്നു എറിന്റെ മറുപടി. എങ്കിലും സൈമൺ വിരുന്നിനെത്തിയില്ല. പക്ഷെ സൈമണിന്റെ കുടുംബം ആ വിരുന്നിന് എത്തുകയായിരുന്നു. ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവമാണ് വിരുന്നിനായി എറിൻ ഒരുക്കിയത്. ബീഫ് ടെൻഡർലോയിന്റെ കൂട്ടിൽ കൂണിന്റെ അരപ്പ് ചേർത്തുള്ള വിഭവം. അരപ്പിനായി എറിൻ തിരഞ്ഞെടുത്തത് വിഷക്കൂണായിരുന്നു. എല്ലാവർക്കും ആഹാരം വിളമ്പിയത് എറിൻ തന്നെയാണ്. തനിക്ക് വിഷമില്ലാത്ത ആഹാരം തിരഞ്ഞെടുത്ത എറിൻ കൃത്യം നടത്താൻ ആസൂത്രണം നടത്തിയിരുന്നു. ഡെത്ത് ക്യാപ് കൂൺ എന്ന വിളിപ്പേരുള്ള ലോകത്തിലെ അപകടകരമായ വിഷക്കൂണാണ് എറിൻ ഈ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. ചതുപ്പുകളിലും കാടുകളിലും മുളച്ചു നിൽക്കുന്ന അമനിറ്റ ഫല്ലോയിഡസ് എന്ന ഈ കൂണിൽ 5 മില്ലിഗ്രാം വിഷമാണ് അടങ്ങിയിട്ടുള്ളത്. ആൽഫ അമനിറ്റിൻ, ഫലോയിഡിൻ എന്നിവയാണ് ഈ കൂണിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തുക്കൾ. വ്യാപകമായി വളരാനുള്ള ശേഷി വളരെ കൂടുതൽ ഉള്ളവയാണ് ഈ കൂൺ. കണ്ടാൽ സാധാരണ കൂൺ പോലെ തോന്നുന്ന ഇവ കഴിച്ചാൽ 6 മുതൽ 24 മണിക്കൂറിനകം വയറുവേദന, ഛർദി, അതിസാരം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും. ഇത് പിന്നീട് കരളും വൃക്കയും തകരാറിലാക്കുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യും. എറിന്റെ അതിഥികൾ അവൾ തയ്യാറാക്കിയ വിഷക്കൂൺ ചേർത്ത ഭക്ഷണം കഴിച്ചു. വിരുന്നിനെത്താതിരുന്ന സൈമൺ പാറ്റേഴ്സണും ഗുരുതരമായ വിഷബാധയേറ്റ പാസ്റ്റർ ഇയാൻ വിൽക്കിൻസണും ഒഴികെ മറ്റുള്ളവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആസൂത്രിതമായി മുന്നേ തന്നെ സൈമണിന്റെ മാതാപിതാക്കളോട് എറിൻ ആഴ്ചകളായി തന്റെ അസുഖത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തനിക്ക് ആശുപത്രിയിൽ പോയി പരിശോധനകൾ നടത്തേണ്ടി വരുമെന്ന് എറിൻ ഗെയിലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൊല നടത്തുന്നതിന് മുൻകൂട്ടി ആസൂത്രണം നടത്തിയതായി കോടതിയും കണ്ടെത്തി. 50-ലധികം സാക്ഷികളെ വിസ്തരിച്ച ഈ ഒരു വിചാരണയിൽ ചുമത്തിയ 4 കുറ്റങ്ങളിലും എറിൻ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞു. ഭർത്താവായിരുന്ന സൈമൺ പീറ്റേഴ്സിന്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ തന്നെ 3 കേസുകൾ വേറെ ഉണ്ടായിരുന്നു. ഈ കേസുകളിലെല്ലാം താൻ നിരപരാധിയാണെന്ന് എറിൻ കോടതിയിൽ അന്ന് വാദിച്ചിരുന്നു. ഏതായാലും കൂടത്തായിയെ വെല്ലുന്ന ഒരു കൊലപാതകം തന്നെയാണ് ഓസ്ട്രേലിയയിൽ നടന്നത്.